ഈ ജട്ടിയോട് എന്താണ് ഇത്ര പ്രേമം താങ്കൾക്ക്? അയ്യോ അങ്ങനെ ഒരു സാധനമുണ്ടോ? ആളുകൾ പറയുന്നുണ്ടല്ലോ. ഞാൻ ജട്ടി വലുതായിട്ട് ഉപയോഗിക്കുന്ന ആളുപോലുമല്ല. വർഷങ്ങളായിട്ട് ജട്ടി എന്ന് പറയുന്ന സാധനം മേടിച്ചിട്ടുമില്ല. നമുക്ക് ഈ പാൻസ് വീട്ടിൽ ചെന്നാൽ ഊരിയിടുക, എന്നിട്ട് അതിൽ നിൽക്കുക ഫുൾ ടൈം. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ പാൻസ് വലിച്ച് കയറ്റുക. സമൂഹം മ്ലേച്ഛമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അയ്യേ എന്ന് പറയുന്ന വേർഡുകൾ താങ്കൾ വീഡിയോസിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്, വളരെ സിമ്പിളായി കോമഡി ആയിട്ട്. നിങ്ങൾക്ക് തെറി അറിയാമെങ്കിലല്ലേ മനസ്സിലാവൂ ഞാൻ പറഞ്ഞത് തെറിയാണെന്ന്. അതായത് നിങ്ങൾക്ക് തെറി അറിയാമെന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ തെറി അങ്ങനെ ആരെയും വിളിക്കുന്ന ആളല്ല. ഞാൻ സമൂഹം തെറിയായിട്ട് കാണുന്ന പല വേർഡുകളും ഞാൻ പല സ്പേസിലും ഉപയോഗിക്കും. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെയാണല്ലോ കൂടുതലും തെറിയായിട്ട് നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്നത്. ആരാണോ സ്ത്രീ വിരുദ്ധരായിട്ടുള്ളത് അവർക്ക് കൊള്ളും, അവർക്ക് കൊണ്ട് പ്രൊവോക്ഡ് ആവും. ആ പ്രൊവോക്ഡ് ആവുന്നവർക്ക് വേണ്ടിയാണ് ആ തെറി അവിടെ ഉപയോഗിക്കുന്നത്. ഈ LGBTQIനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞു നിങ്ങളുടെ മക്കള് ഇപ്പോൾ ലെസ്ബിയൻ ആയാൽ അല്ലെ ഗേ ആയാൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു. അവരുടെ വീട്ടിൽ ഇത് വരികയാണെങ്കിൽ എന്താണെന്ന് പറയുമ്പോൾ അവർ ഇറക്കി വിടുന്ന കാര്യമല്ലേ പറയും. നമ്മൾ എന്തായാലും ഉൾക്കൊള്ളും, അവരുടെ മക്കളെ നമ്മൾ ഉൾക്കൊള്ളും. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ നാട്ടിൽ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇത് ശരിയാണല്ലോ, നമ്മൾ കേട്ടിട്ടില്ല. അത് ഇല്ലാത്തതുകൊണ്ടല്ല, തുറന്നു പറയുന്ന അവസരം ഇല്ല. ഈ ഹൗസ് ഹസ്ബൻഡ്സ് ഇങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ സൊസൈറ്റി എന്ത് തിങ്ക് ചെയ്യും നമ്മളെ കളിയാക്കുമോ എന്ന് വിചാരിച്ച് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ജോലിക്ക് പോകാതെ എന്നെ പോലെ ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ചേട്ടൻ്റെ മിക്ക വീഡിയോസിലും മകളെ ഭയങ്കരമായി ടേക്ക് കെയർ ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ, ഈ പേരൻറ്റിങ് ചെയ്യുന്ന കാണുമ്പോൾ കുറേ ആളുകൾ പറയുന്നുണ്ട് ഇവന് വല്ല ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവൻ ഇങ്ങനെ ഭാര്യേനെ ജോലിക്ക് അയച്ച് മകളെയും വീട്ടിൽ നോക്കിയിരിക്കുന്നതെന്നുള്ളത്. അത് സമൂഹത്തിൽ എത്ര ചേഞ്ചായി സമൂഹം റീഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഹൗസ് ഹസ്ബൻഡ്സിനെ ഭയങ്കരമായി കളിയാക്കുന്ന ആളുകളുണ്ട്. അതുണ്ടോ? പിന്നെ ഒരു തിരുത്തുണ്ട് കേട്ടോ, ഭാര്യനെ ഞാൻ ജോലിക്ക് വിട്ടതല്ല, ഭാര്യ ജോലിക്ക് പോയതാണ്. കാര്യം അവള് പഠിച്ചതാണ്, അവൾക്ക് സ്വന്തം തീരുമാനം എടുക്കാൻ അറിയാം. എല്ലാം അവള് തന്നെയാണ് സ്വന്തം തീരുമാനം എടുക്കുന്നത്. എന്നെ കല്യാണം കഴിച്ചത് പോലും അവളുടെ സ്വന്തം തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം അവളുടെ വീട്ടുകാരുടെ പ്രഷറിൽ കിട്ടിയതല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അവൾക്ക് ആ കാലം തൊട്ട് തന്നെ സ്വന്തം തീരുമാനം എടുക്കാൻ അറിയാം. ആ തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം അവളുടെ തീരുമാനം. ഇപ്പൊ ഞാൻ ജോലിക്ക് പോകാത്തതിലും അവളുടെ ഒരു തീരുമാനത്തിന്റെ ഇതുണ്ട് കേട്ടോ. നമ്മൾ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് തീരുമാനിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതായത് സ്ട്രെസ് ഇല്ലാത്ത ലൈഫ്, നമ്മുടെ ഫാമിലി ടൈം കൂടുതലാണ് നമ്മൾ തമ്മിലുള്ള. അവള് ജോലിക്ക് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫാമിലി ടൈം ആണല്ലോ. ഫാമിലി ടൈം കൂടുതലാണ്. എനിക്ക് തോന്നുന്നു അത് ആദ്യ സമയത്ത് തന്നെ അവൾക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും അവൾ ഒരിക്കലും ജോലിക്ക് വിടാത്തത്. അവള് ജോലിക്ക് പോകണതിൽ എനിക്ക് പങ്കില്ല, ഞാൻ ജോലിക്ക് പോകാത്തതിൽ അവൾക്ക് കൂടെ ഒരു പങ്കുണ്ട്. ഈ ഹൗസ് ഹസ്ബൻഡ്സ് ഇങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ സൊസൈറ്റി എന്ത് തിങ്ക് ചെയ്യും നമ്മളെ കളിയാക്കുമോ എന്ന് വിചാരിച്ച് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. എന്നാ എന്റെ അഭിപ്രായത്തില് അത് വെളി പറയാത്ത ഒരു ടാബുമായിട്ട് അതിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ജോലിക്ക് പോകാറില്ല. ആണോ? അതെ. അതായത് ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ജോലിക്ക് പോകാതെ എന്നെ പോലെ ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എന്റെ സുഹൃത്തുക്കളായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അവർക്ക് പുറത്ത് പറയാൻ വയ്യ എന്നുള്ളതാണ്. ഈ പറഞ്ഞ അതുകൊണ്ട് തന്നെ ഈ പാവാട വിളി കേൾക്കും, അവരെ വീട്ടിൽ നിന്ന് തന്നെ വിളി കേൾക്കും. അതുകൊണ്ടാണ് എന്റെ വീട്ടിൽ നിന്ന് തന്നെ വിളിക്കാൻ ആരും ഇല്ല. എന്റെ മമ്മി പോലും അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞില്ല. അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. ഈ പാരന്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയാ, നമ്മൾ ഈ ചെറുപ്പത്തിലെ നേരത്തെ പറഞ്ഞു കുട്ടികൾക്ക് വീട്ടിൽ തർക്കിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഈ അച്ഛനും അമ്മയും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയി വളർത്തുന്ന കുട്ടികൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവരുടെ ഒരു ടീനേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ കള്ളം പറയാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് അവരെന്ത് കള്ളമാണ് പറയുന്നതെങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. എന്തിനാണ് ഇവർ കള്ളം പറയുന്നത്. പിള്ളേർ കള്ളം പറയുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മളും കുട്ടിക്കാലത്ത് എന്തെല്ലാം കള്ളം പറഞ്ഞ് നമുക്കറിയാലോ അല്ലേ. പിള്ളേര് അത് അവർ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവയർനെസ് ഇല്ല, അത് ആ അവയർനെസ്സിലോട്ട് എത്തിയില്ല. കുട്ടികൾ ഒരിക്കലും കുരുത്തക്കേട് എന്നാണ് നമ്മൾ പറയുന്നത്. അവർ കുരുത്തക്കേടൊന്നുമില്ല കാണിക്കുന്നത്. അവര് ഇപ്പൊ പഠിക്കാത്തതിന് അടിക്കുക, കുരുത്തക്കേട് കാണുന്നതിന് അടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യത്തിൽ അവർ അടിച്ചാലും അടിച്ചില്ലെങ്കിലും അവർ ഇന്ന ഏജിൽ ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ അവർ മാറുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ അങ്ങനെയല്ല. നമ്മൾ അടിച്ചത് കൊണ്ടൊന്നും ഒന്നും നന്നായിട്ടൊന്നും ഇല്ല.
സ്കൂളിൽ നിന്ന് എത്രയോ അടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആ കാലത്ത് നമ്മൾ ചെയ്യുന്ന അറിവില്ലായ്മയിൽ ചെയ്യുന്ന സാധനം അറിവ് വന്നപ്പോൾ നഷ്ടമായി നമുക്ക് ആ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ കള്ളം പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് കള്ളമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അത് അവരുടെ ഒരു റിയാലിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനും ഒക്കെ നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നത്. അതുകൊണ്ട് അതിന് കള്ളമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ മകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പൂർണ്ണമായിട്ട് എല്ലാം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു സാധനം ഒളിച്ചു വയ്ക്കേണ്ടതില്ല, തുറന്നു പറഞ്ഞു. നമ്മൾ ഈ കുട്ടികളെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കേരളത്തിലൊക്കെ പൊതുവേ ഇങ്ങനെ പറയത്തില്ലേ. അപ്പൊ അത് നമ്മൾ പറയുന്ന സമയത്ത് ഞാനത് അവരുടെ അടുത്ത് വേറെ രീതിയിലാണ് ഞാനത് പറഞ്ഞു കൊടുത്തത്. കുട്ടിക്കാലത്ത് ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും അല്ല ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. നിനക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഏത് ടച്ചും ബാഡ് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. മോളെടുത്തും അതാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അവിടെ ഗുഡ് ടച്ച് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇല്ല. നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ടച്ച് ഒരാള്, ഇപ്പൊ ഞാനൊരു ഇപ്പൊ പുള്ളിനെ തൊടുന്നെങ്കിൽ തന്നെ പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ബാഡ് ടച്ച് തന്നെയാണ്. അവിടെ അത് ഇന്ന ഇതൊന്നുമില്ല. അപ്പൊ അത് ഞാൻ അവന്റെ അടുത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഇവര് തുറന്നു പറയണമല്ലോ. ഈ കുട്ടികൾ തുറന്ന് നമ്മുടെ അടുത്ത് പറയണം അല്ലെ. ഒരു അവസരം അവരൊക്കെ എന്തും പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് അവരൊരിക്കലും പറയാൻ പോകുന്നില്ല. ഈ പറയാൻ പോവാത്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഫാദറിന്റെ അടുത്തും മദറിന്റെ അടുത്തും പറയാതെ കുട്ടിക്കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ. അത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. എൻ്റെ വൈഫിനൊക്കെ ഇന്നും പേടിയാണ് ഒരു കാര്യം തുറന്ന് പറയാൻ. അന്നേരം അവർ ആ കുട്ടിക്കാലം തൊട്ട് ഈ പറയുന്ന ഒബീഡിയൻസ് അനുസരണമായിട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോഴുള്ള പ്രശ്നമാണത്. അപ്പൊ അവർ കള്ളം പറയാനായിട്ട് ഒരു ടെൻഡൻസി കൂടി വന്നോണ്ടിരിക്കും. കാര്യം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോശപ്പെട്ടവനായില്ലേ. ഞാൻ ഈ അനുസരണയായിട്ട് ഒരു പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയെന്ന് വയ്ക്കുക, പിന്നെ നാളെ തൊട്ട് ഞാൻ ഈ അനുസരണയ്ക്ക് വേണ്ടി അവാർഡ് കിട്ടാൻ വേണ്ടി പിള്ളേരിങ്ങനെ കണ്ടിട്ടില്ലേ. പിള്ളേർക്ക് മറ്റേ സ്കൂളിൽ നിന്ന് ഇപ്പൊ ഇമോജികൾ കൊടുക്കും, ഹാർട്ട് മറ്റേ സ്റ്റാർ ഒക്കെ കൊടുക്കത്തില്ലേ. ഇത് പിള്ളേര് കിട്ടാൻ വേണ്ടി എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. എൻ്റെ മകൾ കൊണ്ടുവരുമ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല, ഞാൻ നോക്കാറ് പോലും ഇല്ല. അവൾ കൊണ്ടുവരുമ്പോൾ ഇത് കാണിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതേ കണക്ക് തന്നെ ഈ സ്റ്റാർ ഓഫ് ദ വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകളിലുണ്ട്. അവർ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ട് കൊടുക്കുന്നതെന്നല്ല, എല്ലാവർക്കും കൊടുക്കും. ഈക്വാലിറ്റി പോലെയാണ് CBSEയുടെ റൂള് പോലെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന സ്റ്റാർ ഓഫ് ദ വീക്ക് ഒക്കെ അത് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നതാണ്. അത് കിട്ടാൻ വേണ്ടി ഒരു ഒന്നും ചെയ്യണ്ട. പക്ഷെ ഇത് മറ്റൊരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ അടുത്ത ആഴ്ച എനിക്കിത് കിട്ടുമല്ലോ. അപ്പൊ എൻ്റെ മകളൊക്കെ എൻ്റെ അടുത്ത് പറയും, ക്ലാസ്സിൽ മോണിറ്ററും ഉണ്ട്, അപ്പൊ ഇനി ഞാൻ എന്ന് മോണിറ്റർ ആവും. അപ്പൊ ഞാൻ മോണിറ്റർ ആവാൻ വേണ്ടി ഞാൻ മിണ്ടാതിരിക്കണം. ആ കുട്ടി സംസാരിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടീനെ മോണിറ്റർ ആക്കിയത്. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കണം ക്ലാസ്സിൽ. അപ്പൊ എൻ്റെ അടുത്ത് മകൾ പറയും, ഇന്ന് ടീച്ചറിൻ്റെ അടുത്തൊന്ന് ചോദിക്കണം കേട്ടോ ഞാൻ സംസാരിച്ചാന്ന്. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് സംസാരിക്കാതിരുന്ന മോണിറ്റർ ആവുമായിരിക്കും. അപ്പൊ അവരുടെ ചിന്ത, ചെറിയ മനസ്സിലുള്ള ചിന്തകളാണത്. അത് യാഥാർത്ഥ്യം തന്നെ പറഞ്ഞു കൊടുക്കണം. നീ മോണിറ്റർ ആവൂല. അവിടെ മോണിറ്റർ ആയത് വേറൊരു കാര്യം കൊണ്ടായിരിക്കും മോണിറ്റർ ആയത്. അല്ല നീ എപ്പോ ഇവിടെ കള്ളം പറയാണ്, ഇവള് മിണ്ടും. ഈ മിണ്ടുന്ന കുട്ടികൾ മിണ്ടിക്കൊണ്ടിരിക്കുമല്ലോ, അത് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അവള് കുറച്ച് മിണ്ടുന്ന ഇതുള്ളതാണ്. അവള് സംസാരിക്കണം. അവള് സ്കൂളിൽ പോണതിനെ സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ സ്കൂളിൽ പോകണം സംസാരിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മിണ്ടാതിരിക്കാൻ വേണ്ടിയല്ല. അപ്പൊ അവൾക്കതറിയാം, സ്കൂളിൽ പോകണം സംസാരിക്കാനും കൂടെ വേണ്ടിയാണ്, പഠിക്കാൻ മാത്രമല്ല. അപ്പൊ അവള് കള്ളം പറയേണ്ടി വരും, അല്ലെങ്കിൽ നാളെ ഞാൻ സംസാരിച്ചില്ല, മനസ്സിലല്ലേ, ഞാൻ അവരെ അടിച്ചില്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അവർ ചെയ്യുന്ന കാര്യം നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും. അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എല്ലാം പറയാൻ പറ്റും. അപ്പൊ അവളുടെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നീ ഒരു കാര്യം, ഈ 6 വയസ്സുള്ള മോളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, നീ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇന്ന കാര്യമാണെങ്കിൽ നീ അപ്പൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ അടി മേടിക്കും. ചിലപ്പോൾ അമ്മ നിന്നെ വഴക്ക് പറയും, ഇന്ന കാര്യം ചെയ്ത് അത് നീ എന്തിനാ എടുത്ത് ചെയ്ത്. അപ്പൊ നീ ചെയ്യുന്നതിന് മുമ്പ് വീട്ടിലെ കാര്യമാണ് എൻ്റെ അടുത്ത് ചോദിക്കും. ഇന്ന സാധനം എടുത്തിട്ട് പോണതിന് മുമ്പ് ചോദിക്കുക അത് ആരുടെ സാധനം. കാര്യം ഇവർക്ക് പലതിനും വാല്യൂ അറിയാൻ പറ്റത്തില്ല. ചിലപ്പം വൈഫ് അവിടെ ഒരു മോതിരം വയ്ക്കും, ഇവക്ക് ആ മോതിരവും പ്ലാസ്റ്റിക് മോതിരവും ഒന്നായിരിക്കും. ഇവൾ ആ മോതിരം എടുത്ത് കളിക്കും, അത് കാണാതെ പോയി കഴിഞ്ഞിട്ട് വൈഫ് വഴക്ക് പറയും, അത് എൻ്റെ മോതിരം ഇവിടെ പോയി. അപ്പം അവൾക്ക് അതിൻ്റെ വാല്യൂ അറിഞ്ഞൂടാ, നീയാണ് സൂക്ഷിക്കാനുള്ളത്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറയും, നീ ഒരു സാധനം എടുക്കുന്നതിൻ്റെ അപ്പനെ കൊണ്ട് കാണിക്കണം, ഇതെന്ത് സാധനം, ഞാൻ എടുക്കട്ടോ, ഇതെന്റേതാണോ. വൈഫിന്റെ അടുത്ത് പറയും, നീ അവിടെ വെക്കല്ലേ, അത് നീയാണ് സൂക്ഷിക്കാനുള്ളത്, അവർക്ക് അതിന്റെ വാല്യൂ അറിഞ്ഞൂടാ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ നമുക്ക് ഭയങ്കര ഈ അടക്കിപ്പൂട്ടി വളർത്തുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവര് ഈ വലുതായി കഴിഞ്ഞാൽ ഈ കള്ളത്തിന്റെ കാര്യം പറയുന്നത് അവർക്ക് പെട്ടെന്ന് ഒരു ഫ്രീഡം തുറന്നു കിട്ടിയ പോലെയാണ് ഒരു ഇൻഡിപെൻഡന്റ് ലൈഫിലേക്ക് കിടക്കുമ്പോൾ. അപ്പോൾ ഇപ്പം നമ്മളൊരു പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് വരുമ്പോഴായാലും പോലും ആ രീതിയിലൊരു കള്ളം പറയുന്നത് ഒരു നിലനിൽപ്പിന്റെ ഭാഗമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഉണ്ടാവും, ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ശീലിച്ചു വന്നിരിക്കുന്നത് അതാണ്. ഞാൻ ഈ പറഞ്ഞ നേരത്തെ സാധനമാണത്. അതായത് അവാർഡ് കിട്ടി, നല്ലവൾ അല്ലെങ്കിൽ നല്ലവൻ എന്നൊരു അവാർഡ് കിട്ടി, അത് പിന്നെ നിലനിർത്തേണ്ട ഒരു ബാധ്യത അവർക്ക് വരെയാണ്. ഇന്ന കാര്യം ചെയ്താലേ നല്ലവളുള്ളൂ, ഇന്നത് ചെയ്താലേ വീട്ടിൽ നിന്നൊരു ഇത് കിട്ടുന്നുള്ളൂ. ഇപ്പൊ എന്റെ കാര്യം എടുത്ത് നോക്കി, എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്ന എന്റെ വീട്ടിലുള്ള ആൾക്കാർ എന്നെ നല്ലവനെന്ന് പറയൂ? സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ? ഇല്ല, സാധ്യതയില്ല. നമ്മുടെ സമൂഹത്തിന്റെ സാധ്യതയില്ല. കാര്യം ഫേസ്ബുക്ക് വായിക്കണമെങ്കിൽ സാധ്യതയില്ല. പക്ഷെ നേരിട്ട് എന്നെ അറിയാവുന്ന ആ വീട്ടുകാർക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ലല്ലോ. കാര്യം അവർക്കറിയാം ഞാൻ എന്താണ് എങ്ങനെയാണെന്ന് അവർക്കറിയാം, അല്ലേ? ബട്ട് ഫേസ്ബുക്കിനകത്തുകൂടെ എന്നെ മനസ്സിലാക്കുന്ന ആള് നമ്മളെ എടുക്കത്തില്ല. കാര്യം അവര് മറ്റേ നല്ലവൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തായിരിക്കും നിൽക്കുന്നത്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പിന്നെ ഇന്ന കാര്യങ്ങൾ ഫേസ്ബുക്കിൽ ഒരു തെറി എഴുതി കഴിഞ്ഞാൽ അവർ നല്ല. പക്ഷെ അവര് തെറി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, സ്ഥിരമായിട്ട് തെറി പറയുന്ന ആൾക്കാരാണ്. ഞാനൊരു തെറി പറയുമ്പോൾ നിങ്ങൾക്ക് തെറി അറിയാമെങ്കിലല്ലേ മനസ്സിലാവൂ ഞാൻ പറഞ്ഞത് തെറിയാണെന്ന്. അതായത് നിങ്ങൾക്ക് തെറി അറിയാം എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പൊ ആ തെറി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവാം, ഉപയോഗിക്കുന്നില്ലായിരിക്കാം. ബട്ട് ആ തെറി ഉപയോഗിക്കുന്ന ആൾക്കാർ മോശപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ഫേസ്ബുക്കിൽ തെറി എഴുതി തുടങ്ങുന്നത്. 2017 വരെ ഞാൻ എഴുതി കണ്ടിരുന്ന ആള്, 2018 വരെ ഞാൻ എഴുതി കണ്ടിരുന്ന ആള് തെറി ഉപയോഗിക്കാത്ത ആളായിരുന്നു. തെറി എന്തുകൊണ്ടോ എഴുതി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരാളെ മോശപ്പെട്ടതായിട്ട് കാണും. അങ്ങനെ പിന്നെ നമ്മളും മോശപ്പെട്ടതായിട്ട് കണ്ടോ? കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് നിങ്ങൾ വളരെ മോശപ്പെട്ട ഒരാൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയതാണ്. ഈ തെറി വിളിക്കുമ്പോ വീട്ടിൽ നിന്ന് അങ്ങനെ വിളിക്കാറില്ല ആരെയും. ഞാൻ തെറി അങ്ങനെ ആരെയും വിളിക്കുന്ന ആളല്ല. ഞാൻ സമൂഹം തെറിയായിട്ട് കാണുന്ന പല വേർഡുകളും ഞാൻ പല സ്പേസിലും ഉപയോഗിക്കും. തെറി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇപ്പൊ എന്നെ ആരെങ്കിലും ചിലപ്പോൾ പോടാന്ന് വിളിച്ചാലും ചിലപ്പോൾ എനിക്ക് തെറിയായിട്ട് ഫീൽ ചെയ്യാം. അങ്ങനെ ഉണ്ടല്ലോ. പോടി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വിളിക്കണത് നമ്മൾ അങ്ങനെ എടുക്കത്തില്ലല്ലോ, ആ ഒരു വിളി നമ്മൾ എടുക്കത്തില്ല. അതിനൊക്കെ നമ്മൾ പല തെറി വേർഡുകളും നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നത്, ആരിൽ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണല്ലോ ഈ തെറി ഉണ്ടാവുന്നത്. അല്ലാതെ ഒരു വേടൊന്നുമില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ശരീരഭാഗങ്ങളെ, സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെയാണല്ലോ കൂടുതലും തെറിയായിട്ട് നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഞാൻ ആ സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട്. ബട്ട് ഞാൻ സ്ത്രീകളെ ഞാൻ തെറിയെ വിളിക്കാറില്ല, അല്ലെങ്കിൽ പുരുഷന്മാരെ ഞാൻ തെറി വിളിക്കുന്ന ആളല്ല. പക്ഷെ നമ്മളെ സമൂഹം തെറിയായിട്ട് കാണുന്ന ചില വേർഡുകൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. സമൂഹം മ്ലേച്ഛമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അയ്യേ എന്ന് പറയുന്ന വേർഡ്സുകൾ താങ്കൾ വീഡിയോസിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്, വളരെ സിമ്പിൾ ആയി കോമഡി ആയിട്ട്. അത് ഞാൻ പറഞ്ഞില്ല, 2-3 കാരണങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറയുമ്പോൾ ഈ പറയുന്ന കോമഡി ആയിട്ട് എടുക്കുന്ന കുറച്ച് പ്രേക്ഷകർ കാണുമല്ലോ, അവർ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന അതേ ലാഘവത്തോട് തന്നെ അവരെടുക്കുന്നു, അവർ ചിരിക്കുന്നു, അവർ അവരുടെ പാട്ടിന് പോകുന്നു. ഇനിയൊരു കൂട്ടരെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ചിലപ്പോൾ അതിനകത്തുള്ള യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുന്നു. ഈ തെറി എന്ന് പറയുന്ന സാധനം അവർ അവോയ്ഡ് ചെയ്യുന്നു, ബാക്കിയെല്ലാം എടുക്കുന്നു, ആ നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുന്നു, അവർ പോകുന്നു. ഇനിയൊരു കൂട്ടരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ പ്രൊവോക്ഡ് ആവുന്ന ഒരു കൂട്ടരുണ്ട്. ആരായിരിക്കും ആ പ്രൊവോക്ഡ് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കാര്യം പറഞ്ഞ അതിൻ്റെ ഇപ്പം ഞാൻ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ പറയുകയാണെങ്കിൽ ആരാണോ സ്ത്രീ വിരുദ്ധരായിട്ടുള്ളത് അവർക്ക് കൊള്ളും, അവർക്ക് കൊണ്ട് പ്രൊവോക്ഡ് ആവും. ആ പ്രൊവോക്ഡ് ആവുന്നവർക്ക് വേണ്ടിയാണ് ആ തെറി അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. നമ്മൾ ഈ പാരന്റിങ് നടത്തുമ്പോഴേ കുട്ടികളെ ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തുന്ന ആളുകളുണ്ട്. നീ പഠിച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് മറ്റ് കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന പേരൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന വെച്ചാൽ എൻ്റെ അമ്മയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്യായിരുന്നു. അവർക്ക് കുറച്ചുകൂടി 2 മാർക്ക് കൂടിയല്ലോ, നിനക്ക് എന്തുകൊണ്ട് മാർക്ക് കൂടിയില്ല. ഞാൻ ഒരു വട്ടം എനിക്ക് 4ാം ക്ലാസ്സിലെങ്ങാനും പഠിക്കുമ്പോൾ എനിക്ക് 20ൽ 4 മാർക്കാണ് മാത്സിന് കിട്ടിയത്. ഞാൻ അമ്മ അടിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് 4ന്റെ ഇപ്പുറത്ത് 1 മാർക്കും കൂടിയിട്ട് 14. കാര്യം നേരത്തെ നമ്മൾ മിടുക്കിയായിട്ട് തെളിയിച്ചു, അതുകൊണ്ട് മാർക്ക് ഇടേണ്ടി വന്നതാണ്. അടി കിട്ടുന്നത് പേടിച്ചു. അപ്പൊ ഈ പ്രഷർ ചെലുത്തുന്ന കുട്ടികളെ ഫ്യൂച്ചറിൽ എത്രമാത്രം എഫക്ട് ചെയ്യും? അതിനെക്കുറിച്ച് എഫക്ട് ചെയ്യുന്നതിനെ കുറിച്ച് അറിയില്ല, അത് ആ പിള്ളേർ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബട്ട് ഞാൻ ഇതിന്റെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ എൻ്റെ മകനെ ഒന്നും ഞാനിങ്ങനെ കമ്പയർ ചെയ്യാറില്ല കേട്ടോ. പക്ഷെ എൻ്റെ വൈഫ് കമ്പയർ ചെയ്യാറുണ്ട്. ഇതേപോലെ വഴക്ക് പറയും, പഠിക്കാത്തതിനെ എല്ലാം വഴക്ക് പറയില്ലേ. അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്തും എൻ്റെ മകൻ്റെ അടുത്തും ഒക്കെ ഞാൻ കമ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇന്നലകളെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എൻ്റെ മകൻ കഴിഞ്ഞ
വർഷം എങ്ങനെ പഠിച്ചിട്ടിരുന്നു, നീ ഇങ്ങനെയാണ് പഠിച്ചിട്ടിരുന്നത്. അപ്പോൾ അവനെ ഞാൻ കമ്പയർ ചെയ്യും. എന്നിട്ട് ഞാൻ പറയും, നീ കഴിഞ്ഞ വർഷം ഇങ്ങനെയാണ് പഠിച്ചത്, ഇപ്പം എങ്ങനെയുണ്ട്, അത് വെച്ച് കമ്പയർ ചെയ്യും. അപ്പോൾ നല്ലതാണോ, ഓക്കെ ഗുഡ്, നല്ലതല്ലേ, ഇമ്പ്രൂവ് ചെയ്യും. അത് അവനെ മാത്രം വെച്ച് കമ്പയർ ചെയ്യുള്ളൂ. അല്ലാതെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്ന എനിക്ക് താല്പര്യമില്ല. ഇല്ല. കാര്യം ഇതേപോലെ നമ്മൾ പഠിക്കുന്ന സമയത്തും ഇപ്പൊ ക്ലാസ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്പൊ എന്റെ മകൻ വന്നിട്ട് കണക്ക് ക്ലാസ് ഫസ്റ്റില് കുട്ടിക്കാലത്ത് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ് ഫസ്റ്റുമായിട്ട് അവൻ വരും. അപ്പൊ ഞാൻ ചെയ്യും, ക്ലാസ് ഫസ്റ്റില് കാര്യമില്ലടാ, കാര്യം അവന് എത്ര മാർക്ക്, ഇപ്പൊ നിനക്ക് 5 മാർക്ക്, 50 മാർക്കിന് നിനക്ക് 5 മാർക്ക്, ക്ലാസ് ഫസ്റ്റില് 11 മാർക്ക് കിട്ടി, അവൻ ബുദ്ധിമാനാണോ? 11 മാർക്കല്ലേ കിട്ടിയുള്ളൂ, നീ ജയിക്കാനുള്ള മാർക്ക് മേടിക്കും, അത്രേ പറയുന്നുള്ളൂ. ക്ലാസ് ഫസ്റ്റ് ഒന്നും മേടിക്കണ്ട. കാര്യം ക്ലാസ് ഫസ്റ്റ് 11 മാർക്കാണെങ്കിൽ എന്ത് ചെയ്യും, 10 മാർക്ക് പഠിച്ചാൽ മതിയാ, പോരല്ല. അപ്പൊ ജയിക്കാനുള്ള മാർക്ക് പഠിച്ചുണ്ടാക്കുക, അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. പഠിക്കാൻ വിടുന്ന ഇപ്പൊ പഠിക്കാനുള്ള സമയമാണ്, പഠിക്കുക, പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉപദേശങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ എൻ്റെ മകനെ സംബന്ധിച്ച് അവൻ 12ാം ക്ലാസ് വരെയും ഒരു മാസത്തിൽ 1 മണിക്കൂറൊക്കെ പഠിച്ചു കാണും, അത്രേ പഠിക്കൂ. ക്ലാസ്സിൽ പോയിരുന്ന് കേട്ടിട്ട് വരുന്ന സാധനങ്ങളായിരിക്കും അവൻ എക്സാമിന് എഴുതുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് അവിടെ ഇരുന്ന് പഠിച്ച് ഉണ്ടാക്കുന്ന പരിപാടിയിലെ ഫുൾ ടൈം കളിയുടെ ആളാണ്. ഈ ജട്ടിയോട് എന്താണ് ഇത്ര പ്രേമം താങ്കൾക്ക്? അയ്യോ, അങ്ങനെ ഒരു സാധനമുണ്ടോ? ആളുകൾ പറയുന്നുണ്ടല്ലോ ജട്ടിയോട്. ഇങ്ങനെ ഞാൻ ജട്ടി വലുതായിട്ട് ഉപയോഗിക്കുന്ന ആൾ പോലും അല്ല. ഇല്ല, ഞാൻ മീൻസ് ഞാൻ ഇന്നർ വെയർ ഇടുന്നത് ഇത്രയുള്ള ഒരു സാധനമാണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ജട്ടി എന്ന് പറയുന്ന സാധനം മേടിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അളിയൻ ഒരു 2010 മുന്നേ ഒരു 2-3 ഈ പറയുന്ന ജട്ടി എന്ന് പറയുന്ന ആണുങ്ങൾ ഉപയോഗിക്കുന്ന സാധനം എനിക്ക് തന്നിട്ടുണ്ട് കുറച്ച്. അത് മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത്രയുള്ള ഈ ഒരു നമുക്ക് ഈ പാൻസ് വീട്ടിൽ ചെന്നാൽ ഊരിയിടുക, എന്നിട്ട് അതിന് നിൽക്കുക ഫുൾ ടൈം. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ പാൻസ് വലിച്ച് കയറ്റുക. എനിക്ക് അധികം ഡ്രസ്സുകളും ഇല്ല കേട്ടോ, വളരെ കുറച്ച് 2 പാൻസേ ഉള്ളൂ, കുറച്ച് ഈ ഇങ്ങനത്തെ 2-3 ബനിയൻ, പിന്നെ വീട്ടിലിടുന്ന കുറച്ച് ഇത്. ആൾക്കാര് കമന്റ്സിലൊക്കെ പറയുന്നുണ്ട്, ഈ മൊട്ടയ്ക്ക് എന്താണ് ജട്ടിയോട് ഇത്ര പ്രേമം? അത് എനിക്കൊന്നും ഈ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഇതിൽ ഉള്ളതല്ല, അങ്ങനെ ഒന്നുമില്ല, പ്രേമൊന്നുമില്ല. ഈ LGBTQIനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞു, നിങ്ങളുടെ മക്കള് ഇപ്പൊ ലെസ്ബിയൻ ആയാൽ അല്ലെ ഗേ ആയാൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു വിഷയത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നാൽ ഇതിങ്ങനെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന വിഷയത്തെ അവർ അഡ്രസ് ചെയ്യുന്നില്ല. നമ്മളെ വീട്ടിൽ വരുന്ന കാര്യമാണ് അവർ ചർച്ച ചെയ്യുന്നു. അവരുടെ വീട്ടിൽ ഇത് വരികയാണെങ്കിൽ എന്താണെന്ന് പറയുമ്പോൾ അവർ ഇറക്കി വിടുന്ന കാര്യമല്ലേ പറയുന്നത്. നമ്മൾ എന്തായാലും ഉൾക്കൊള്ളും, അവരുടെ മക്കളെ നമ്മൾ ഉൾക്കൊള്ളും. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ മക്കളെ ഉൾക്കൊള്ളുന്നതാണ്, ഈ ഇറക്കി വിട്ടവരെ പോലും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ മക്കളെ ഇറക്കി വിടുന്ന കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അവർ എടുക്കത്തില്ല. ഒരുപാട് പേര് അത് തന്നെയാണ് പറയുന്നത്, മോഹൻലാലിന്റെ മകനുണ്ടെങ്കിൽ മോഹൻലാൽ വീട്ടിൽ കയറ്റുമെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അവര് ഈ പറയുന്ന നമ്മളടുത്ത് ഈ ക്വസ്റ്റ്യൻ വിചാരിക്കുന്നില്ല, ഇവരെ വീട്ടിൽ ഇതുണ്ട്, അവർക്ക് തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ടല്ലേ. ഈ അപ്പന്റെ മക്കൾ അങ്ങനെ തുറന്നു പറയും, നമ്മുടെ മക്കൾ തുറന്നു പറയും, നോ പ്രോബ്ലം. പക്ഷെ അവരെ മക്കൾ തുറന്നു പറയത്തില്ലെന്ന്. അതല്ലേ ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറയുന്നത് ആ പിള്ളേരുടെ. കാര്യം ഈ അപ്പന്റെ അമ്മയും ഇവരെ ഇറക്കി വിടും എന്ന് പറയുന്ന ഒരു വീട്ടിൽ അവരെങ്ങനെ പറയും? ഇത് ഇല്ലെന്നാ വിചാരിക്കുന്നവര്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇല്ല, അങ്ങനെ ഒരിക്കലും. ഇത് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താണ് ഇത് തുറന്നു പറഞ്ഞ് പുറത്തു വരുന്നത്. ഇല്ലാത്തൊരു തുറന്നു പറഞ്ഞ് പുറത്തു വരാൻ പറ്റില്ല. നാളെ നമ്മളും ഈ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഉൾപ്പെടെ ഇവരെ എതിർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ സത്യത്തിൽ തുറന്നു പറയുന്ന ഈ പറയുന്ന ലെസ്ബിയനോ ഗേ എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാവില്ല. സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല. ഈ അവര് സപ്പോർട്ട് ഈ നമ്മൾ ഈ തുറന്നു പറയുന്ന ആൾക്കാർ ഉൾപ്പെടുന്ന സമൂഹം ആയപ്പോഴല്ലേ ഇത് വെളി വരുന്നത്. അല്ലാതെ അങ്ങനെ വെളി വന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ നാട്ടിൽ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും പറയില്ല, ശരിയാണല്ലോ, നമ്മൾ കേട്ടിട്ടില്ല. അത് ഇല്ലാത്തതുകൊണ്ടല്ല, തുറന്നു പറയുന്ന അവസരം ഇല്ല അവർക്ക്, അല്ലേ? അതുകൊണ്ടല്ലേ ഇല്ലാത്തത്. അല്ലാതെ മനുഷ്യകുലം എന്നുണ്ടായ അന്നോട്ട് ഇതൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ ഇല്ലെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹികമായിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാവത്തില്ല, അത്രേ ഉള്ളൂ. അതും നമ്മൾ ഉള്ളത് കൊണ്ടാണ് അവരുണ്ടായത്. മെഡിക്കൽ സയൻസും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് അവർ ട്രാൻസ്ജെൻഡർ ആയിട്ട് പോലും അവർക്ക് നടക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ട് നടക്കാൻ പറ്റില്ല. ഇല്ല, അവരാൾക്കാർ കൊല്ലത്തില്ലേ? ഈ എതിർക്കുന്നവർ മാത്രം ഉണ്ടെങ്കിൽ അവരെ കൊല്ലത്തില്ലേന്ന് എല്ലാവരും കൂടെ ചേർന്ന്. അത്രേ.